പോവാണ്. കുട്ടാസ് പോയി. ഇപ്പം മണി 10:30. ഓക്കെ. 10:26 കറക്റ്റ്. പിന്നെ ഫെബ്രുവരി 19 അവനിങ്ങനെ ഇവിടെ വന്ന് പമ്മി നിൽക്കുകയായിരുന്നില്ല. അവിടെ ഇങ്ങനെ പമ്മി നിൽക്കുകയായിരുന്നു ഇവന്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ വന്ന് നോക്കിയപ്പോൾ ഇവൻ ഇവിടെ ഇങ്ങനെ പമ്മി നിൽക്കുക. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ കഥ ഉണ്ടാക്കാനായിട്ട് ആരും ഇങ്ങോട്ട് വരുന്നില്ല. ആരും ഇങ്ങോട്ട് വരുന്നില്ല. നമ്മുടെ കണ്ടില്ലയോ, നമ്മുടെ ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ പമ്മി നിൽക്കുക ഇങ്ങനെ ഉണ്ട്. ഓൺ ലോക്ക്. ഇവിടോട്ടൊന്നും ഒരു പട്ടിയും വരത്തില്ല. ഒരു പട്ടിയോട്ട് കയറ്റേണ്ട കാര്യമില്ല. ഇങ്ങനെ പമ്മി നിൽക്കുക ആരാണ്ട് വരുന്നെന്ന് കഥയുണ്ടാക്കാൻ ഇവനാൾ ഇങ്ങനെ ഞാനിവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം പമ്മി നിൽക്കുക ഇവനിങ്ങനെ കഥയുണ്ടാക്കാനായിട്ട്. ആരാണ്ട് ഇങ്ങോട്ട് വരുന്നെന്ന് അവൻ്റെ അമ്മയുടെ നായർ ഇങ്ങോട്ട് വരുന്നത്. നീ ദീപായസ് പണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ് സഹദേവ മന്ദിരം ഓലട്ടിയമ്പലം ബിയോ മാവേലിക്കര. ഇങ്ങനെയാണ് ഇവന്മാർ കഥ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഇരിക്കുന്ന കാരണം അവനിങ്ങനെ പമ്മിൽ അവിടെ പോയി നിൽക്കുക. ഞാനവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവനവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഇവന് ഇപ്പം 10-80-90 വയസ്സ്. ഇവന് ഇവിടെ പോയി കിടന്ന് ഉറങ്ങടാ. കണ്ട പെണ്ണുങ്ങളെക്കുറിച്ച് കഥയുണ്ടാക്കാതെ. നീ എന്തോ ദീപായസ് പണിക്കറിനെ കുറിച്ച് കഥയുണ്ടാക്കുക? ആരാണ്ട് അവനിങ്ങോട്ട് വരുന്നതെന്നാടാ കഥ. ഞങ്ങളുടെ വീട്ടിലൊരു അവനെയും കയറ്റേണ്ട കാര്യമില്ല. എനിക്ക് ഒരു പട്ടിയേയും കയറ്റേണ്ട കാര്യമില്ല കേട്ടോ. കണ്ടവനെ ഒന്നും കയറ്റി വെച്ചേക്കും ഇല്ല ഇവിടെ ഒന്നും. ഞങ്ങൾക്ക് കണ്ടവനെ ഒന്നും കയറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നിയാസം പറഞ്ഞ് നടക്കുക ഇങ്ങനെ. നിൻ്റെ പെണ്ണുപിള്ളയോട് പറവല്ലോ അവനെയൊക്കെ കയറ്റി വെച്ച് കഥ ഉണ്ടാക്കാനൊന്നും, കാശുണ്ടാക്കാൻ. 3 കോടിയൊക്കെ കിട്ടിയ പോരായോടാ നിനക്ക്? സൂക്കേട് തീരുന്നില്ലയോ നിൻ്റെ? 3 കോടി മോനെ എല്ലാം മയക്കിയിട്ട് 3 കോടിയൊക്കെ കിട്ടിയിട്ട് നിൻ്റെ സൂക്കേട് പോകുന്നില്ലയോ? ഗൾഫ് ഇൻഷുറൻസ് കിട്ടാൻ നമ്മുടെ സുകുമാരക്കുറുപ്പിൻ്റെ കൂട്ട്. സുകുമാരക്കുറുപ്പ് ഒരു പാമ്പിടിച്ച് ഇതുപോലെ തന്നെയാണ് ചാക്കോയെ കൊന്നേച്ച് കാറിനകത്ത് കൊണ്ട് നടന്ന് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചേച്ച് സുകുമാരക്കുറുപ്പ് ചത്തെന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി. അറിയത്തില്ലേ കഥ ഞാൻ പറഞ്ഞുതരാം നിനക്ക്. കഥയുണ്ടാക്കി കത്തിച്ചേച്ച് എന്നിട്ട് സുകുമാരക്കുറുപ്പ് സ്ഥലം വിട്ട് അവസാനം പോലീസ് വന്നപ്പം സുകുമാരക്കുറുപ്പിൻ്റെ വീട്ടിൽ വലിയ ഇറച്ചി വേവിയിലും ചിക്കൻ വേവിയിലും ഒക്കെ. അപ്പോഴേ പോലീസിന് ഡൗട്ട് അടിച്ച്. ഇത് അൺനാച്ചുറലായിട്ടുള്ള കണ്ട ആൾക്കാർക്ക് മനസ്സിലായില്ലേ? നീ എന്തോ വിചാരിക്കുന്നത്? അന്നേ പോലീസുകാർക്ക് ഡൗട്ട് അടിച്ച് മരിച്ച ആളിൻ്റെ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന്. അതുപോലെ പ്രീത എന്ന് പറയുന്ന വളരെ ഭർത്താവിനെല്ലാം തല്ലിക്കൊന്നേച്ച് എല്ലാവരുമാരും കൂടെ ചിക്കൻ കറി നിന്നേച്ചാണ് പോയത് കേട്ടോ. ബിജുപിയും എല്ലാം. അപ്പം ഇങ്ങനെയൊക്കെ ഈ അൺനാച്ചുറൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മനസ്സിലായില്ലയോ? യഥാർത്ഥത്തിൽ ആരെങ്കിലും ചത്താലും യഥാർത്ഥത്തിൽ സ്നേഹമുള്ളവരൊക്കെ മരിച്ചാലും ചിക്കൻ കറി ഒന്നും ഉണ്ടാക്കത്തില്ല. അങ്ങനെ അവസാനം സുകുമാരക്കുറുപ്പിൻ്റെ ആങ്ങളച്ചാരെ പോലീസ് വിളിച്ചപ്പം അവന് ഫുൾ കൈയൊക്കെ ധരിച്ചുകൊണ്ടാണ് ചെന്നത്. ഫുൾ കൈയൊക്കെ ഇട്ട് ഫുൾ സ്ലീവിലൊക്കെ ചെന്ന് അന്നത്തെ കാലത്ത് 80s പോലീസുകാർ പറഞ്ഞ്, നല്ല പോലീസുകാരുണ്ട് ഇന്നത്തെ പോലീസുകാർ കൂട്ടല്ല, കൈ പൊക്കി വെക്കടാന്ന് പറഞ്ഞു. കൈ നിൻ്റെ സ്ലീവെല്ലാം പൊക്കടാന്ന്. അവൻ പൊക്കാൻ വലിയ മടി. പൊക്കിച്ചപ്പം കൈയെല്ലാം പൊള്ളി പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലയോടാ? നിനക്ക് കഥ ഞാൻ പറഞ്ഞുതരാം. ഈ ഇൻഷുറൻസ് കള്ളൻ, നീ അതുപോലുള്ള കള്ളനല്ലേ? നിൻ്റെയൊക്കെ കയ്യിൽ വലിയ മയക്കുന്ന സാധനങ്ങളും ഒക്കെ ഇല്ലയോ? മയക്കുന്ന സാധനമൊക്കെ ബിജുപിയുടെ കയ്യിൽ, നിൻ്റെ കയ്യിലും മയക്കുന്നത്. പിന്നെ വെള്ളത്തിനകത്ത് ഊസിഡ്, പിന്നെ ഇപ്പം ലേസർ പരിപാടിയാണ് നിനക്കൊക്കെ ഇല്ലയോടാ? ലേസർ, പുതിയ രീതിയിലുള്ള ലേസറും എല്ലാമായിട്ട് നടക്കുക. ഇൻഷുറൻസ് ഇതാക്കാൻ വേണ്ടിയിട്ട് അസുഖങ്ങൾ വരുത്തുക, ഇൻഷുറൻസ് ഉണ്ടാക്കുക, മുടി കൊഴിക്കുക, ഇൻഷുറൻസ് ഉണ്ടാക്കുക, അങ്ങനെ പല പല വേലകളാണ്. പുരികം എടുക്കുക. എന്തുകൂടെ രോഗം നിനക്കൊക്കെ? ഇൻഷുറൻസ് നിൻ്റെ ദേഹത്ത് തന്നെ ഇതൊക്കെ അടിച്ചേച്ച് ഉണ്ടാക്കട. കണ്ടവരുടെ ഒന്നും എനിക്ക് ഇൻഷുറൻസ് ഒന്നും മോട്ടിക്കേണ്ട കാര്യമില്ല. നീയൊക്കെ ഇൻഷുറൻസ് മോട്ടിയിരുന്നു നിൻ്റെ പുരികം വലിച്ചു പറിച്ചോ മുടിയൊക്കെ കൊഴിച്ചിച്ച്. നിൻ്റെ തല നിറച്ച് മുടിയാന്നല്ലോടാ. വയസ്സ് 90 ആയല്ലോടാ. നീ എന്തോ ഞങ്ങളുടെ മണ്ടയ്ക്കോട്ടൊക്കെ ലേസർ അടിക്കുന്നത്? എൻ്റെ മണ്ടയ്ക്കോട്ട് ലേസർ അടിച്ചിട്ട് നീ എന്തോ തോന്നിയാസം എടുക്കുന്നത്? നീ തോന്നിയാസം എടുക്കുന്നത് എന്തുവാടാ? തോന്നിയാസം നിൻ്റെ കൈ വെച്ചേര് കേട്ടോ. ഇൻഷുറൻസ് കള്ളന്മാരെ തോന്നിയാസം ഉണ്ടെങ്കിൽ കൈ വെച്ചേര്. കള്ളം കൊണ്ട് നടക്കുക. ഇവിടെ ആരാണ്ട് വരുന്നെന്ന് കഥയുണ്ടാക്കാൻ. എന്താ കഥയാടാ? ഏതവനാടാ വരുന്നത്? അത് ഈ രാജപ്പൻ എന്ന് പറയുന്ന ഒരു തെണ്ടിയായിരുന്നു. അവൻ നേരത്തെ പണ്ടെല്ലാം അവന് അവിടോട്ട് വെച്ചായിരുന്നു പോകുന്നത്. ഇപ്പോൾ അവനങ്ങ് കിഴക്കേലോട്ട് കയറാൻ തുടങ്ങി. ഇങ്ങനെ കുറേ ഗ്യാസ് കുറ്റിക്കാരൻ, എൻ്റെ ഇത് സന്ധ്യയായപ്പോൾ, മിനിഞ്ഞാന്ന് സന്ധ്യയായപ്പോൾ ഒരു ലോഡ് ഗ്യാസ് കുറ്റിയുമായിട്ടൊരു ഗ്രേ കളറിലെ ഒരു ലോറിയാണ് പോയത്. ഇന്നലെ ആ ലോറി പടിഞ്ഞാട്ട് പോകുന്നത് കണ്ട്. എനിക്ക് ഏതാടെ ഇങ്ങനെ വന്ന് കയറുന്നത് ഇവൻ്റെയൊക്കെ വീട്ടിൽ? ഈ മോഹൻ സിംഗിൻ്റെ ഇവൻ്റെയൊക്കെ വീട്ടിൽ ഇതൊക്കെ അന്വേഷിക്കണം. ഇതൊക്കെ ഏതവനൊക്കെ കയറി വരുന്നതെന്ന് എല്ലാം ഇങ്ങനെ മറച്ചു പിടിച്ച് വെച്ചേച്ച് ഇതിനകത്ത് വലിയ അനധികൃതമായ കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത് ഇവന്മാർ. അങ്ങനെ കണ്ടില്ലയോ? എന്തൊക്കെയോ ഇവന്മാർക്കൊക്കെ മറയ്ക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഇലന്തൂര് നടന്നത് അയലത്തുകാരൊന്നും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഇങ്ങനെ കുറേ എണ്ണമുണ്ട് എല്ലാം ഇതുപോലെ. എന്നിട്ട് അയലത്തുകാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ഇത്രയും പേരെ തല്ലിയെല്ലാം കൊന്ന് ഇവിടെയൊക്കെ നടന്നും ഇതൊന്നും അറിയത്തില്ലയോ? അയലത്തുകാരും ആൻസറബിൾ ആയിരുന്നു. മനസ്സിലായില്ലയോ? ആൻസർ ചെയ്യണം.
എന്തോ ഇത്രയും പേരെ തല്ലിക്കൊല്ലുന്നു, എന്തോ ഇത്രയും ആൾക്കാർ കരയുന്നു ഒന്നും കേട്ട് കാണത്തില്ലയോ? അപ്പോൾ ഇതൊക്കെ ഗൂഢമായ കുറേ സംഘങ്ങളിങ്ങനെ നടക്കുക, ഇങ്ങനെ മനസ്സിലായില്ലയോ? ഇലന്തൂരെ 3 കൊന്നത്, കൊന്നേച്ച് ഇൻറ്റേർണൽ ഓർഗൻസിൽ എടുത്ത് വിറ്റേച്ച് പറഞ്ഞ് ഇൻറ്റേർണൽ ഓർഗൻസ് കാണാഞ്ഞുകൊണ്ട് പറഞ്ഞ് ഞങ്ങൾ തിന്നെന്ന്. അത്ര കള്ളരാ ഇവന്മാർ, ഇൻഷുറൻസ് കള്ളന്മാരാ, മാഫിയ, ഓർഗൻ മാഫിയ. ഇപ്പം കേരളത്തിലാണ് ഈ ഓർഗൻ മാഫിയ മുഴുവൻ. ഇത്രയും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് കേരളത്തിലാണ് നടക്കുന്നത്, വേറെങ്ങുമല്ല. ഇത്രയും ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഉണ്ടോ? ഈ കള്ളറുടെ കേന്ദ്രമായി മാറിയിരിക്കുക കേരളം. മെഡിക്കൽ മാഫിയ, മറ്റേ മാഫിയ, ഇൻഷുറൻസ് മാഫിയയുടെയൊക്കെ കേന്ദ്രമാണ് കേരളം. അങ്ങനെ ഇത്രയും പൈസ ഈ കേരളത്തിന്. വെറുതെ ഇരുന്നാലും ഇവന്മാരുടെ ഈ കോടികളാണ്. സുബ്രഹ്മണ്യനൊക്കെ ചുമ്മാ ഇരിക്കുക, പക്ഷെ കോടികളാണ് കയ്യിൽ. എങ്ങനെയാടാ? എൻ്റെ അച്ഛനൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ച വസ്തുവും നിലവാടാ ഇതെല്ലാം. വസ്തുവൊക്കെ ഞങ്ങൾ നല്ല കഷ്ടപ്പെട്ട് വർഷങ്ങളോളം എടുത്താടാ ഇതൊക്കെ നികത്തി ഇതാക്കിയത്, മനസ്സിലായോടാ? എടാ, ഞങ്ങളിതൊക്കെ വർഷങ്ങളോളം എടുത്താൽ ഞങ്ങൾ വസ്തുക്കളൊക്കെ നികത്തി പുരയിടമാക്കിയതും എല്ലാം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയത് ഇത്, മനസ്സിലായോ? അല്ലാതെ നിന്നെപ്പോലെ ഇങ്ങനെ ചുമ്മാ കണ്ടെടുത്തുനിന്ന് വലിഞ്ഞു കയറി വന്നിരുന്നേച്ച് കണ്ടവരുടെയൊക്കെ കള്ളയപ്പൂക്കെ ഇട്ട് പിടിച്ചു പറിച്ചതൊന്നും അല്ലടാ. ഇത് നല്ല കഷ്ടപ്പെട്ടതാണ്. സഹദേവൻ അങ്ങ് പോയി കിടന്നു, എൻ്റെ അമ്മയും ഞാനും മണ്ണ് വെട്ടിയിട്ടുണ്ടെടാ. മണ്ണ് വെട്ടി ഉണ്ടാക്കിയതല്ല, ചുമ്മാ ഇരുന്ന് ഉണ്ടാക്കിയതല്ലടാ. കണ്ടവനൊക്കെ കൊടുക്കാം കേട്ടോടാ, തെമ്മാടി.